2011 ഞാൻ മലപ്പുറം ജില്ലയിൽ GM UPS തൂവക്കാട് എന്നായിരുന്നു സ്കൂളിൻ്റെ പേര്. മുസ്ലിം സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ എത്തിച്ചേരുന്നത് 10:30 മുതൽ 4:30 വരെ ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയല്ല. അവിടെ മദ്രസാ പഠനം ഉള്ളതുകൊണ്ട് 10:30 മുതലാണ് സ്കൂളുള്ളത്. 4:30 ചെല്ലുമ്പോഴാണ് അവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ്. പക്ഷേ അച്ഛനൊക്കെ ഒരു പേടിയുണ്ട്. അച്ഛനെ തിരിച്ചിങ്ങ് പോരണം. ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് കൂടെ വന്ന് തിരിച്ചു പോരണം. എന്നെ അവിടെ നിർത്തുകയും വേണം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള മാഷന്മാർ പറഞ്ഞത്, നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ട, നിങ്ങൾക്ക് റൂം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട, എൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ ഓരോരുത്തരും പറയുന്നൊരു അത് നമുക്ക് ആദ്യം ഒരു അതിശയം പോലെ തോന്നി. പിന്നീടാണത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് അവരുടെ ഉള്ളിൽ നിന്നും അവരുടെ ഒരു രീതിയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ കുറേ വർഷങ്ങളായി എൻ്റെ ചെറിയ മോൻ അവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്. അവനെ സംരക്ഷിച്ചതും അവനെ നോക്കിയതും ഇന്നും വളർത്തിയതും ഒക്കെ അവർ തന്നെ. അവനെപ്പോഴും പറയാറുണ്ട് അവന് കുറേ അമ്മമാരുണ്ടെന്ന്. അത് അമ്മമാരെന്ന് പറഞ്ഞാൽ ഉമ്മമാരും ഉണ്ട്, അമ്മയും ഉണ്ട്. അവന് ഇപ്പോഴും എന്നേക്കാൾ കൂടുതൽ താല്പര്യവും ഇഷ്ടവും ഒക്കെ അവരോടൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ പ്രധാനമായിട്ടും ഞാൻ കണ്ടത് ഞാൻ അവിടെ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല, ഹിന്ദുക്കളെയും കണ്ടിട്ടില്ല. അവിടെ ഞാൻ കണ്ടത് മനുഷ്യരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജമ്മു കാശ്മീർ കണ്ടിട്ട് പറഞ്ഞിരുന്നു, ഭൂമിയിലൊരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് ഇതാണെന്ന്. അത് ആ നാടിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ്, ഭൂപ്രകൃതി കണ്ടിട്ടാണ്. പക്ഷേ ഞാൻ പറയും, ഭൂമിയിലൊരു സ്വർഗ്ഗമുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ ഞാൻ മലപ്പുറമെന്നേ പറയുള്ളൂ. അത് അവിടുത്തെ ഭൂമിയുടെ പ്രത്യേകതയോ മറ്റൊന്നുമല്ല, അവിടുത്തെ മനുഷ്യരുടെ മനസ്സ് കണ്ടിട്ടാണ്. അത്രത്തോളമാണ്. ഞാൻ ഒരു വീട് വെക്കാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡിന് സുഖമില്ല, അവിടുത്തെ അച്ഛന് സുഖമില്ല, ബാക്കി ബന്ധുക്കൾക്ക് ആർക്കും തന്നെ നിന്ന് നോക്കി കാണാനൊന്നും കഴിയുന്നില്ല. പിന്നെ എൻ്റെ കുറച്ച് അനിയന്മാർ നാട്ടിലുണ്ട്, അവരാണ് നോക്കുന്നത്. അപ്പോഴും വീടിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിയാനായിട്ട് അത് തുടങ്ങാൻ തന്നെ ഞാൻ വൈകുന്തോറും മലപ്പുറത്ത് എൻ്റെ കൂടെയുള്ള എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ നാട്ടുകാർക്കുമായിരുന്നു ഏറ്റവും വെപ്രാളം. നിങ്ങൾ തുടങ്ങുക. ഞാനില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും അവർ ഒരാൾ പിന്നെ KSF ചിട്ടി കൂടിയ പൈസ അപ്പാടെ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് 10 ലക്ഷം രൂപയാണ് അതെടുത്ത് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പെരപണി തുടങ്ങുക. അടുത്ത ഒരാൾ എൻ്റെ കൂടെയുള്ള മാഷന്മാർ അവർ PF നിന്ന് അവരുടെ ലോൺ എടുത്തിട്ട് ആ പൈസ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ലോൺ എടുക്കരുത്, നിങ്ങൾ ബേജാറാവരുത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. ഇത് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ മനുഷ്യർ, നമുക്കിവിടെയൊക്കെ ജാതിയോ മതമോ ഇതൊന്നും തന്നെ എൻ്റെ സമുദായത്തിലോ അല്ല അങ്ങനെ ഉള്ളവരും ഉണ്ട്. പക്ഷേ ഇതൊക്കെ കിട്ടുന്നത് അത് മനുഷ്യത്വത്തിൻ്റെ പേരിലാണ്. അവിടെ എനിക്കൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പറയുന്നത് സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അവിടെയാണെന്നേ ഞാൻ പറയുള്ളൂ.